ഞങ്ങളുടെ നാട്ടിലെല്ലാം കിട്ടുന്നതാണ്. നല്ല ഇടി വെട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനം ഇത്. ഇടി സമയത്ത്, നല്ല മഴ സമയത്ത് ഉണ്ടാകുന്നതാണ് ഇത്. നല്ല ഫ്രഷ് കൂണാണ്, കണ്ടോ. ഇത് ഫസ്റ്റ് ക്ലീൻ ചെയ്യാം. നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ട് തണ്ടരിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അതിൻ്റെ തണ്ട് ചെറുതായിട്ട് അരിയുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളത്തെ വശം, കൂണിൻ്റെ ഇടുമ്പോൾ മേൽ വശം എടുത്തിട്ട് അതിൻ്റെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു പുഴുവായിട്ട് ഒന്നുമില്ല ഇതിനകത്ത്. ഇത് കണ്ടോ, രണ്ടായിട്ടിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും, കണ്ടോ. അതുപോലെ ഇത് ഫുള്ളും പൊളിച്ചെടുക്കണം. ഇതിൻ്റെ പൂവ് ഇത്രയും ഉണ്ട്, ഇത് ഫുള്ളും നമുക്ക് പൊളിച്ചെടുക്കാം. ഫുള്ളും അരിഞ്ഞ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. സ്വല്പം മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നല്ലപോലെ ഇളക്കി വെക്കാം. അവിടെ ഒരു 10-20 മിനിറ്റ് നമുക്കിത് ഇവിടെ വെക്കാം. ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ നമുക്ക് എടുക്കാമേ. 4-5 തവണ കൂൺ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, ശകലം ഇഞ്ചി, 2 തണ്ട് കരിവേപ്പില, പിന്നെ അരമുറി സവാള, പിന്നെ നമുക്ക് എരി വേണമെങ്കിൽ പച്ചമുളക്, പിന്നെ കൂണിന് ഒരു 1/4 കപ്പ് ചെറിയ തേങ്ങ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ തേങ്ങ ഇടാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി. അതുപോലെ എനിക്ക് കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട്, അതുപോലെ തന്നെ മസാലക്കൂട്ട്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ട് നല്ലപോലെ ഇളക്കുക. കണ്ടോ, നല്ലപോലെ ഇളക്കി വെക്കുക. ഒരു പാനിലോട്ട് കണ്ടോ സ്വല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് അടച്ച് വെക്കുക. അടച്ച് നമുക്ക് തീ കുറച്ച് വെക്കാമേ. ഇടയ്ക്കൊന്ന് തുറന്ന് ചെറുതായിട്ട് സ്പൂൺ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതുപോലെ അടച്ച് വെക്കണം. സ്പൂണിനകത്ത് ഫുള്ളും വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാമേ. ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ അത് കിടന്ന്. ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ, അടി പിടിച്ച് കരിയാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ അടച്ച് വെക്കണം. മൂപ്പിച്ചപ്പോഴത്തേന് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ കൂൺതോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു 2-3 കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചോറ് മാത്രം കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ്. വേറെ കൂട്ടരൊന്നും വേണ്ട. ഇതുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. ഇത് ഞാൻ വെക്കുന്ന രീതിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.